ഹായ് കൂട്ടുകാരെ, സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൊമെൻറ്റ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്. ദ എബോവ് വേഴ്സസ് ഈസ് ഫ്രോം പെരുമാൾ തിരുമൊഴി റിട്ടൺ ബൈ കുലശേഖര ആൾവാർ, എ ഫക്ത പോയിറ്റ് ഹു ലിവ് ഇൻ കേരള ഇൻ ദ 9th century. മുകളിലൊരു തമിഴ് റിലിക്സും അതേ കണക്ക് തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷനും കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഐ വിഷ് ടു ബോൺ ആസ് എ ഡോവ്, ടു ലീവ് ഓൺ ദിസ് ഹിൽ, to born as fish in the pond at Thiruvengadai hills, to stand as a chempaka flower there, to stand as a pillar on top of Vengada hill, to be down as a step at the door of that temples. അപ്പോൾ ഈ വേഴ്സ് എന്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന തമിഴ് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റിട്ടൺ ബൈ കുലശേഖര ആൾവാർ. കുലശേഖര ആൾവാറിൻ്റെ പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന പോയറ്റിലെ കുറച്ച് വേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. വാട്ട് ഈസ് തീം ബിഹൈൻഡ് ദിസ് ലൈൻസ്? ഈ ലൈൻസിൻ്റെ തീം എന്താണ്? I wish to born as a dove, to live on the hills, to be as fish in the pond of തിരുവെങ്കിട ഹിൽസ്. അപ്പോൾ തിരുവെങ്കിട ഹിൽസിലെ എന്താണ് ടെമ്പിൾ, തിരുവെങ്കിടാമലൈ ക്ഷേത്രത്തിലെ ഒരു പ്രാവാവുകയോ അല്ലെങ്കിൽ എന്താണ് പോണ്ടിലെ ഒരു ഫിഷായിട്ടോ അല്ലെങ്കിൽ ഒരു ചെമ്പക ഫ്ലവറായിട്ടോ അതേ കണക്ക് തന്നെ ആ ക്ഷേത്രത്തിലെ ഒരു സ്റ്റെപ്പ് ആയിട്ടോ എങ്കിലും ജനിച്ചാൽ മതി എന്നാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ക്ഷേത്രങ്ങൾക്ക് ജനങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകി എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭക്തി ഈസ് എ ടോട്ടൽ സബ്മിഷൻ ഓഫ് ഓൺസ് ലൈഫ് ടു ഗോഡ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത്, ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സബ്മിഷൻ ഓഫ് ഓൺസ് ലൈഫ് ടു ഗോഡ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ടോട്ടലായിട്ട് മൊത്തത്തിൽ ദൈവത്തിൽ സമർപ്പിക്കുക. ഇതാണ് എന്ത് ഭക്തി എന്ന് പറയുന്നത്. ദി ഐഡിയ ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഐഡിയയും ആക്ടിവിറ്റീസും എല്ലാം ചേർന്ന് അല്ലേ, അപ്പം ദൈവത്തിലേക്ക് ഇപ്പം ജീവിതം എല്ലാം എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. The conservative outlook on the caste system that prevailed in medieval India perpetuated discrimination among the people. അപ്പോൾ മെഡീവൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വർണ്ണവിവേചനം, അതെനിക്ക് ജാതി വ്യവസ്ഥ ഇതൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ ഇത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു? വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. The social group subjected to caste discrimination were attracted to Bhakti movement. Gradually, at different times, there occurred synthesis of various visions and practice in India. അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പ് എന്ത് ചെയ്തു? സമൂഹത്തിലെ പല സോഷ്യൽ ഗ്രൂപ്പുകളും എന്ത് ചെയ്തു? ജനങ്ങളെ ആകർഷിക്കുന്നു. അപ്പം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജാതി വ്യവസ്ഥ, അത് കണക്ക് തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലേ ഒക്കെ ബുദ്ധിമുട്ടായിരുന്ന ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? പല സോഷ്യൽ ഗ്രൂപ്പുകളും ഉണ്ടായി ജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ഉണ്ടായ രണ്ട് സോഷ്യൽ ഗ്രൂപ്പുകളാണ് ഇത് ഭക്തി മൂവ്മെൻറ്റ് ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. ഏതൊക്കെയാണ്? ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ഫസ്റ്റ്, ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം. Bhakta poet who lived in South India composed hymns and devotional songs that express unwavering devotion of their favorite deity. അപ്പോൾ ഭക്ത പോയിറ്റ്, അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിന് എന്തോന്ന് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭക്ത പോയിറ്റുകളുണ്ട്. ആ ഭക്ത പോയിറ്റ് എന്ത് ചെയ്തു? ശ്ലോകങ്ങളും അത് കണക്ക് തന്നെ ഭക്തി ഗാനങ്ങളും ഒക്കെ രചിച്ചിട്ട് എന്ത് ചെയ്തു? അവർ ഏത് ദൈവത്തിനെയാണോ അവർ ആരാധിക്കുന്നത് ആ ദൈവത്തിനെ പ്രകീർത്തിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു? ശ്ലോകങ്ങളും അത് കണക്ക് ഡിവോഷണൽ സോങ്സും ഒക്കെ അവർ തയ്യാറാക്കുന്നു. These Bhakta poets were devotees of Vishnu known as Alvards and devotees of Shiva known as Nayanars. അപ്പം ശിവൻ്റെയും
അത് കണക്ക് തന്നെ വിഷ്ണുവിൻ്റെയും ഭക്തരായിരുന്നു ഭക്തി മൂമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ആരാണ്? ശിവൻ്റെ ഭക്തരെ നമ്മൾ നായനാർസ് എന്നും വിഷ്ണുവിൻ്റെ ഭക്തരെ നമ്മൾ ആൾവാർഡ്സ് എന്നും വിളിക്കുന്നു. എന്തൊക്കെയാണ്? ദ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആർ നോൺ ആസ് ആൾവാർഡ്സ് ആൻഡ് ഡിവോട്ടീസ് ഓഫ് ശിവ ആർ നോൺ ആസ് നായനാർസ്. ദ ക്യാരക്ടറിസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. എന്തൊക്കെയാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത? കൊമ്പോസിഷൻ ഓഫ് ദി സിംഗിങ്സ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. അപ്പോൾ സാധാരണക്കാരൻ്റെ ലാംഗ്വേജിലാണ് ഇവിടെ സോങ്സ് ഒക്കെ എഴുതിയിരുന്നത്. അപ്പോൾ സാധാരണക്കാരെയാണ് ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥയൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആർക്കാണ്? സാധാരണക്കാർക്ക്. അപ്പോൾ ആ വെർണാക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഡിവോഷണൽ സോങ്സ് എഴുതപ്പെട്ടത്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. എന്ത് ചെയ്തു? ഏത് ദൈവത്തിനോ ആണോ ആരാധിക്കുന്നത് ആ ദൈവത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഫുൾ സമർപ്പിക്കുന്നു. ലവ് ടു ഗോഡ്. ആക്സസ് ടു ആൾ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതിക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല. ജാതിക്ക് അതല്ല, ഏത് ദൈവത്തിനെയാണോ അതാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും തുല്യ പരിഗണന അവിടെ ലഭിക്കുന്നു. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ടു വിമൻസ്. പുരുഷന്മാരെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലവഡ് ഡയറ്റി. ഏത് ഡയറ്റിയാണോ, ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ എന്ത് ചെയ്യുന്നു? അവരെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഏത് ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്. ഏതൊക്കെയാണ്? കമ്പോസിഷൻ ഓഫ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ആക്സസ് ടു ആൾ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, ഡീപ്പ് ഡിവോഷൻ ടു ബിലവഡ് ഡയറ്റി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളെല്ലാവരും നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. ദ ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ പോപ്പുലറായത് എവിടെയാണ്? തമിഴ്നാട്ടിൽ. ആൾവാർഡ്സ് ആൻഡ് നായനാർസ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് വിച്ച് ഹെൽപ്ഡ് സ്പ്രെഡിങ് ഡിവോഷണൽ എമംഗ് പീപ്പിൾ. അപ്പോൾ തമിഴ്നാട്ടിലാണ് ആദ്യകാലത്ത് എന്തെന്ന് ഭക്തി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത്. അപ്പം ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആൻഡ് ശിവ ഇവരെന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ട്രാവൽ ചെയ്തു. വെർണാക്കുലർ ലാംഗ്വേജിൽ ഹൈംസും അത് കണക്ക് ഡിവോഷണൽ സോങ്സും ഒക്കെ ചൊല്ലി ജനങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ അറിയിക്കാനായിട്ട് ശ്രമിച്ചു. ദ കൊമ്പോസിഷൻ ഓഫ് ഭക്ത പോയിറ്റ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ കോമൺ പീപ്പിൾ വെൻ ഈവിൾ പ്രാക്ടീസ് ആൻഡ് ഇക്വാലിറ്റി വെയർ ഡോമിനൻ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പോയംസ് എന്ത് ചെയ്യുന്നു? സാധാരണക്കാരിലെത്തുകയും അവരെന്ത് ചെയ്തു? ഈ പ്രസ്ഥാനത്തിലേക്ക് ഇംപ്രസ് ആവുകയും ചെയ്തു. കാരണം എന്താണ്? സമൂഹത്തിൽ വളരെയധികം ഇൻഇക്വാളിറ്റി അല്ലേ, എന്താണ്, അസമത്വം നിലനിന്നിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇവരെ എന്ത് ചെയ്യുന്നു? ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കാരണമായി. ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ സൊസൈറ്റി വെയർ ക്വസ്റ്റ്യൻഡ്. അപ്പം ഒരുപാട് ഈവിൾ പ്രാക്ടീസ് സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടായിരുന്നു ഈ ഡിവോഷണൽ സോങ്സും ഹൈംസും ഒക്കെ ഉണ്ടായത്. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ പ്രസ്ഥാനത്തിലെ ആൾക്കാർക്ക് കഴിഞ്ഞിരുന്നു. Irrespective of caste, all sections of society were attracted to Bhakti movement. The writings of Alvards and Nayanars popularized Hinduism. അപ്പോൾ ഒരു പ്രത്യേക ജാതി എന്നില്ല, എന്ത് ചെയ്യുന്നു? എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ആൾവാർഡ്സും അത് കണക്ക് നായനാർസും ഹിന്ദു മതത്തെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. The writings of Alvards came to be known as നാലയിറ ദിവ്യപ്രബന്ധം, വൈൽ റൈറ്റിംഗ്സ് ഓഫ് ദി നയനാർസ് വെർ ടൈറ്റിൽഡ് തിരുമുറൈകൾ. അപ്പോൾ എന്ത് ചെയ്തു? എന്തൊക്കെയാണ്? ആൾവാർഡ്സിൻ്റെ റൈറ്റിങ്സിനെ നാലയിറ ദൈവപ്രബന്ധം എന്നും ദിവ്യപ്രബന്ധം എന്നും അത് കണക്ക് തന്നെ നായനാർസിൻ്റെ ആണെങ്കിൽ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. പ്രോമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട പോയിറ്റ്സുകൾ ആരൊക്കെയെന്ന് നോക്കാം. ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഡിവോട്ടീസ് കുലശേഖര ആൾവാർ, പെരിയ ആൾവാർ, നമ്മ ആൾവാർ, അന്താൾ. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിഷ്ണു ഡിവോട്ടീസ്. അത് കണക്ക് ഡിവോട്ടീസ് ഓഫ് ശിവ പോയിറ്റ്സുകൾ ആരൊക്കെയായിരുന്നു? കരേകാല അമ്മയാർ, അപ്പാർ, സമ്പന്താർ, സുന്ദരാർ, മാണിക്യവാസകർ. ഇവരായിരുന്നു പ്രധാനപ്പെട്ട ശിവ ഡിവോട്ടീസുകൾ.
ദ ഭക്തി മൂവ്മെൻറ്റ് ഗ്രാജ്വലി സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആദ്യം തമിഴ്നാട്ടിലാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എങ്കിൽ എന്ത് ചെയ്തു, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും ചെയ്തു. ബാസവണ്ണ ഫിലോന്ത്രാപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ. അപ്പോൾ കന്നഡ ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോന്ത്രാപ്പിസ്റ്റ് ആയിരുന്നു ആര്, ബാസവണ്ണ. അറ്റാച്ച്ഡ് ബിലോ ഈസ് എ ഡിപ്പിക്ഷൻ ഓഫ് ഡിസ്കഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അനുഭവ മണ്ഡപം, എ ഫോറം സെറ്റ് ബൈ ബാസവണ്ണ. താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ, എന്താണ്, നമ്മൾ ഡിബേറ്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലേസാണ്. സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബാസവണ്ണ ഇൻ ദ 12th century CE. അപ്പോൾ 12ാം നൂറ്റാണ്ടിലെ അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഫോറം ഫൗണ്ട് ചെയ്തത് ആരാണ്, ബാസവണ്ണ. അലമ്മ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം. അപ്പോൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നത് ആരാണ്, അലമ്മ പ്രഭുവും അത് കണക്ക് തന്നെ അക്ക മഹാദേവിയും ആയിരുന്നു. എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ദ ഡിസ്കഷൻസ് റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. അപ്പോൾ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പീപ്പിൾ യൂസ്ഡ് ടു കം അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്. ദ ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ വെയർ കൺവേഡ് ടു ദി പീപ്പിൾ ഇൻ ദി സെയിം ഇൻ ദ നെയിം ഓഫ് വചനാസ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, സ്പിരിച്വൽ ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരുപാട് അറിവുകൾ ലഭിച്ചിരുന്നു. ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ഇതിനെ എന്താണ് വരുന്ന അതിനെയാണെന്ത്, വചനങ്ങൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ കാലഘട്ടത്തിൽ മിഡീവൽ ഇന്ത്യയിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, ജെൻഡർ ഇൻഇക്വാളിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബാസവണ്ണ വാസ് എ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയിറ്റ് ഹു ലീവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ 12th century. അപ്പോൾ 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ, സോഷ്യൽ റിഫോമറും പോയിറ്റും ഒക്കെ ആയിരുന്നു ബാസവണ്ണ. He decided to make people aware of social and religious discrimination that existed in society and envied the wipe them out. അപ്പോൾ എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക, ജനങ്ങളെ ബോധവാന്മാരാക്കുക, ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ബാസവണ്ണ പുട്ട് ഫോർവേഡ് ദ വിഷൻ ബേസ്ഡ് ഓൺ ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ത്രൂ എ വീരശൈവ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ഹിം. അപ്പോൾ ഇതിനു വേണ്ടി ജനങ്ങളെ, സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇദ്ദേഹം ഒരു മൂവ്മെൻറ്റ് സ്ഥാപിച്ചു. ഏതാണ്, വീരശൈവ മൂവ്മെൻറ്റ്. ഏതാണ്, വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട മേജർ ആക്ടിവിറ്റീസ്, വീരശൈവ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഏതൊക്കെല്ലാം, ബ്രാഹ്മണിക്കൽ സൂപ്രമസി ആൻഡ് അതോറിറ്റി ഓഫ് ദി വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. അപ്പം എന്താണ്, സമൂഹത്തിൽ ഇപ്പം കാസ്റ്റ് സിസ്റ്റം വെരി റിജിഡ് ആയിരുന്നു അല്ലേ, സുപ്പീരിയർ പവർ എന്ന് പറയുന്നത് ബ്രാഹ്മിൺസിനായിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മിൺസിന് മാത്രമാണ് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാനുള്ള ഒരു അധികാരം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണിക്കൽ സൂപ്രമസിയെ എന്ത് ചെയ്തു, ഈ മൊമെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് എഗൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വിമൻ. അപ്പോൾ എന്തൊക്കെയാണ്, കാസ്റ്റ് സിസ്റ്റം അല്ലേ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അത് കണക്ക് സ്ത്രീകളെ എന്തെന്ന്, സ്ത്രീകൾക്ക് പല മേഖലകളിലും വേർതിരിവ് ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ എന്ത് ചെയ്തു, ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തു. മോണോത്തിസം വാസ് എൻകറേജ്ഡ്, കൺവിൻസ്ഡ് ദ പീപ്പിൾ എബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പവർട്ടി ആൻഡ് വിഡോ മാരേജ്. കൂടാതെ എന്ത് ചെയ്തു, ചൈൽഡ് മാരേജിനെ ഒപ്പോസ് ചെയ്തു, ശൈശവ വിവാഹത്തിനെ ഒപ്പോസ് ചെയ്തു, അത് കണക്ക് തന്നെ സതിയെ ഒപ്പോസ് ചെയ്തു, പിന്നെ അത് കണക്ക് തന്നെ പിന്നെ വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള നല്ല കാര്യങ്ങൾ ഈ മൂവ്മെൻറ്റിന് വളരെയധികം ചെയ്യാനായിട്ട് പറ്റിയിരുന്നു.
ബസവണ്ണാസ് മെസ്സേജ് ഹൈലൈറ്റ് ദ ഹ്യൂമാനിസം ആൻഡ് ഇക്വാളിറ്റി. ഹ്യൂമാനിസത്തിനും അല്ലേ, മാനവികതയ്ക്കും അതേ കണക്ക് തന്നെ ഇൻഇക്വാളിറ്റി, ഹ്യൂമാനിസത്തിനും അതേ കണക്ക് തന്നെ ഇക്വാളിറ്റീസിനും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് ബസവണ്ണയ്ക്ക് കഴിഞ്ഞു. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് നേഷൻസ് വിൽ പ്രോപ്പർ. എന്ത് ചെയ്തു? ആക്ഷൻ ആർ ഗുഡ്, ആക്ഷൻ പ്രവൃത്തി നല്ല ആണെങ്കിൽ എന്ത് ചെയ്തു? നാഷൻ വിൽ പ്രോസ്പർ, രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. ആൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എല്ലാ മനുഷ്യർക്കും തുല്യ അധികാരമുണ്ട്. എന്തെന്ന്? ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇൻ്റർമീഡിയറ്റ്സ് ആർ നോട്ട് ഈക്വേഡ് ടു വർഷിപ്പ് ഗോഡ്. അപ്പം ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ഇൻ്റർമീഡിയറ്ററിയെ ആവശ്യമില്ല ജനങ്ങളുടെ. അപ്പം നമുക്ക് ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെർ ഈസ് നോ റീബർത്ത് ലൈഫ് ലിവ് ദിസ് ലൈഫ് ബ്ലിസ്ഫുള്ളി. അപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് അതിനെക്കാട്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ വിശ്വസിക്കേണ്ട. എന്താണ്? റീബർത്ത് ഇല്ല. പിന്നെ എന്താണ്? നമ്മൾ ജീവിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഇതൊക്കെയായിരുന്നു ബസവണ്ണയുടെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.